കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പായ പാല വെറുമൊരു നിയമസഭാ മണ്ഡലമല്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. അരനൂറ്റാണ്ടുകാലം കെ.എം. മാണി എന്ന അതികായൻ അടക്കി വാണിരുന്ന ആ മണ്ണിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല പിടിക്കാൻ ജോസ് കെ മാണി തന്റെ പത്നി നിഷ ജോസ് കെ മാണിയെ രംഗത്തിറക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ പാർട്ടിക്കുള്ളിലെ കരുത്തനായ നേതാവ് റോഷി അഗസ്റ്റിൻ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രസ്ഥാനത്തെ ഒരു നിർണായക വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുന്നു. കെ.എം. മാണിയുടെ വിയോഗത്തിന് ശേഷം പാലായിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ കേരള കോൺഗ്രസിന് അത്ര സുഖകരമായിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി നേരിട്ട പരാജയവും പാർട്ടി അണികളിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. LDF മുന്നണിയുടെ ഭാഗമായിട്ടും ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും പാലാക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട മാണി സാറിന്റെ മകനെ കൈവിട്ടുവെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സേഫ് ഗെയിം എന്ന നിലയിൽ നിഷ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാലാ മണ്ഡലത്തിലെ ഓരോ ചലനങ്ങളിലും നിഷ ജോസ് കെ മാണിയുടെ സാന്നിധ്യം പ്രകടമാണ്. വെറുമൊരു രാഷ്ട്രീയ നേതാവിന്റെ പത്നി എന്നതിലുപരി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു വ്യക്തമായ ഇമേജ് ബിൽഡിംഗ് അവിടെ നടക്കുന്നുണ്ട്. അടുത്തിടെ പുലിയന്നൂർ ക്ഷേത്രത്തിലെ ഗാനമേളയിൽ കുട്ടികളോടൊപ്പം നിഷ ചുവടുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ പരിഹസിക്കുമ്പോഴും സാധാരണക്കാരായ വോട്ടർമാരിലേക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളിലേക്കും യുവാക്കളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു തന്ത്രമായാണ് ഇതിനെ നിഷയുടെ അനുയായികൾ കാണുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സാമുദായിക സംഘടനകളുടെ ചടങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നതിലും നിഷ ഇപ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാ MP ആണ്. നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ കോട്ടമുണ്ടാക്കും.